അടിമാലിയിൽ അർബുദബാധിതയായ വീട്ടമ്മയെ കട്ടിലിൽ കെട്ടിയിട്ട് മോഷണം. അടിമാലി എസൻപടി സ്വദേശിനിയായ ഉഷ സന്തോഷിനെയാണ് മോഷ്ടാവ് കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയ ശേഷം പണവുമായി കടന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്തായിരുന്നു സംഭവം നടക്കുന്നത്. സുമനസ്സുകളുടെ സഹായത്താൽ ചികിത്സ നടത്തി വന്നിരുന്ന ഉഷയ്ക്കായി പൊതു ധനസമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയാണ് മോഷ്ടാവ് കവർന്നത്. അടിമാലി എസൻപടി സ്വദേശിനിയായ വീട്ടമ്മ സുമനസ്സുകളുടെ സഹായത്താലാണ് അർബുദ ചികിത്സ നടത്തി വന്നിരുന്നത്. ചികിത്സയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോ ചെയ്ത ശേഷം ഇന്നലെയാണ് ഉഷ വീട്ടിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മകൾ സ്കൂളിലേക്കും ഭർത്താവ് കൂലിവേലയ്ക്കുമായി പോയി. ഈ സമയം നോക്കിയായിരുന്നു മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. ചികിത്സയുടെ മയക്കത്തിൽ നിന്ന് ഉഷ പൂർണ്ണമായി മുക്തയായിരുന്നില്ല. മോഷ്ടാവ് ആദ്യം വായിൽ തുണി തിരുകിയതായും മറ്റൊരു തുണി ഉപയോഗിച്ച് തല മൂടുകയും കൈകൾ ബന്ധിക്കുകയും ചെയ്തതായി ഉഷ പറഞ്ഞു. അവരെ ഒരു പോയൊക്കെ ക്ഷീണം കാരണം ഞാൻ ആ റൂമിൽ കയറി കിടക്കുമായിരുന്നു. കട്ടിലേൽ കിടന്നങ്ങ് മയങ്ങി കിടന്നപ്പോൾ എൻ്റെ വായ ഇങ്ങനെ തുറക്കുന്ന പോലെ വന്നപ്പോൾ ഞാൻ തുറന്നു കൊടുത്തു. അപ്പോൾ തോർത്ത് ഫുള്ളായിട്ട് അങ്ങ് വായിലോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോൾ ആരാ അതിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എൻ്റെ തലയിലൊരു മുണ്ടിട്ട് മൊത്തം കെട്ടി വെച്ചു. പാളെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ തുണി ഇങ്ങനെ കയറ്റി വെച്ചേക്കും. അപ്പോൾ പൈസ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. പൈസ ഇരിക്കും നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോയി വായിന്ന് എടുക്കാൻ വേണ്ടി തന്നെ രണ്ട് കയ്യേലും പിടിച്ചിട്ട് എന്നെ കട്ടിലേന്ന് ഊർത്തി താഴത്തോട്ട് ഇരുത്തി ഞാനങ്ങ് തന്നെ തളർന്ന് കിടക്കുന്നവരും ഞാനങ്ങ് ഊർന്ന് ഞാനും ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അന്നേരം വീണ്ടും ഇത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും രണ്ട് കയ്യേലും ഇങ്ങനെ പുള്ളി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. പിടിച്ചു കഴിഞ്ഞ പുള്ളി അവിടെ ഒരു സാരി കിടപ്പുണ്ടായിരുന്നു. സാരി എടുത്തിട്ട് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു വെച്ചേക്കുവോ. കയ്യിൽ പിടിച്ചു വെച്ചപ്പോൾ ഞാനിത് പിന്നെ എടുക്കാത്തതിന് കൈ അങ്ങ് കട്ടിലെ കൂട്ടി കെട്ടി വെച്ചിട്ട് ആ സാരി എടുത്ത് എൻ്റെ വയറിന് വട്ടം കൂട്ടി അതും ഇട്ട് കട്ടിലെ കെട്ടി വെച്ച്. പണം നൽകിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് മോഷ്ടാവ് ഉഷയെ ഭീഷണിപ്പെടുത്തി. അലമാരിയിൽ നിന്നും തുണികളത്രയും പുറത്തേക്ക് വലിച്ചിട്ടെങ്കിലും പണം കണ്ടെത്താതെ വന്നതോടെ ഇയാൾ കൂടുതൽ പ്രകോപിതനായി. ഇതോടെ ഭയന്നുപോയ ഉഷ കട്ടിലിൽ കിടക്കുന്ന പേഴ്സിൽ പണമുള്ളതായി മോഷ്ടാവിനോട് പറഞ്ഞു. ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പം അവനെ എടുത്തിട്ട് ഇത്രയും താത്തി വെച്ചിട്ട് പൈസ എവിടെയാണ് അലമാരിയിലെ പേഴ്സിന് ആ സാരി പറഞ്ഞു. എന്നിട്ട് അത് വീണ്ടും കയറ്റി വെച്ച് അവിടെ പോയി തോന്നുന്നു പൈസ കണ്ടില്ല. ഞാനും മറന്നുപോയി ഞാൻ പൈസ എവിടെ വെച്ചത്. ഞാൻ കൊച്ചിന് 500 രൂപ വണ്ടിക്കാശ് കൊടുത്തിട്ടിട്ട് കട്ടിലേലെ പേഴ്സ് ഇട്ടത് ഞാനും മറന്നുപോയി ഞാൻ എവിടെ പൈസ ഇട്ടേന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നപ്പോ എന്നെ ഓർത്തു ഇങ്ങനെ ഇവിടെയാണെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ഇവിടെ ഇല്ലെന്നും പറയുന്നത് അതെല്ലാം വലിച്ച് ഇങ്ങനെ അടിച്ചിടുന്ന ഒച്ച കിട്ടും. അതിന് മുമ്പ് കയ്യിലോട്ട് ഈ ഗ്ലൗസ് പോയിട്ട് നമുക്ക് ഒച്ച കേൾക്കാം. റബ്ബർ പോലത്തെ ഞാൻ ഗ്ലൗസ് ഞാൻ ഇട്ടു അന്നേരം ഇട്ടിട്ട് ഇതെല്ലാം ചെയ്തെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വന്നത് ഞാൻ അങ്ങനെ കാണിച്ചു. അവന് വന്ന് വീണ്ടും മുണ്ട് നോക്കിയിട്ട് ഇത് ഊരിങ്ങനെ ഇവിടെ വരെ വെച്ചിട്ട് എവിടെയാണോ കൃത്യം പറയുമ്പോൾ ഞാൻ കട്ടിലേലും കാണും പേഴ്സിനകത്ത് കാണുമെന്ന് പറഞ്ഞാൽ വീണ്ടും കയറ്റി വെച്ചിട്ട് മൂടിയിട്ടിട്ട് സിപ്പ് തുറക്കണം കേട്ട് പേഴ്സിന്റെ. ഇതിനിടെ വായിലെ തുണിയെടുക്കാൻ ശ്രമിച്ച ഉഷയുടെ കാലുകൾ കൂടി മോഷ്ടാവ് ബന്ധിച്ചു. പിന്നീട് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 16,500 രൂപയുമായി കള്ളൻ കടന്നു കളഞ്ഞു. സമീപവാസിയായ മറ്റൊരാൾ പിന്നീട് വീട്ടിലെത്തിയ സമയത്താണ് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഉഷയെ കണ്ടത്. ഉഷയുടെ ചികിത്സയ്ക്കായി പൊതു ധനസമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയാണ് മോഷ്ടാവ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഉഷ വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സമയം മാസ്ക് ധരിച്ച ഒരു യുവാവ് വീട്ടിലെത്തുകയും ചികിത്സയ്ക്ക് സഹായിക്കാനെന്ന വ്യാജേന വീട്ടിലെ വിവരങ്ങളത്രയും ചോദിച്ചറിഞ്ഞിരുന്നതായും ഉഷ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.